കേരള മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. എന്താണ് ഇതിൽ വാർത്ത എന്നല്ലേ? ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും സംഘവുമാണ് വിവേക് കിരണിന് ക്ഷേത്ര ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. എന്നാൽ ഇനി എങ്ങോട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സ്? അതായത് വിവേക് കിരണിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ദേവസ്വം അധികൃതർ തടഞ്ഞു എന്ന് മാത്രമല്ല, എന്തൊക്കെ വഴിപാടുകളാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ നടത്തിയത് എന്ന് വെളിപ്പെടുത്താൻ ദേവസ്വം തയ്യാറുമല്ല. അതിലപ്പുറം ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫോട്ടോ പകർത്താൻ ശ്രമിച്ചവരുടെ ക്യാമറ പിടിച്ചു വാങ്ങി അതിൽ നിന്ന് ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തു. സാധാരണക്കാരുടേത് മാത്രമല്ല, സ്ഥലത്തുണ്ടായിരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്നുള്ള ഫോട്ടോകൾ പോലും പുറത്തു വരില്ല എന്ന് ദേവസ്വം അധികൃതർ ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ രസാവഹമായ ഒരു സാഹചര്യം ഇപ്പോഴത്തെ കേരളത്തിലുള്ളത്. പൊതുവെ അവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ, അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള CPIM ഈ അടുത്ത കാലത്തായി കൈക്കൊണ്ടുവരുന്ന നയം നമുക്കറിയാം. അത് ഒരു വലിയ നിര ഹൈന്ദവ വിശ്വാസികളെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിനവർ കണ്ടെത്തിയിരിക്കുന്ന വഴി ക്ഷേത്ര ദർശനം നടത്തുന്ന ക്ഷേത്ര ദർശനത്തിൽ താല്പര്യമുള്ള സാധാരണക്കാരെ പിന്നിൽ അണിനിരത്താൻ ശ്രമിക്കുക. അതിന് കണ്ടിരിക്കുന്ന വഴിയാകട്ടെ ക്ഷേത്രഭരണം കൈയാളുന്ന രീതിയിലേക്ക് പാർട്ടി സംവിധാനത്തെ ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പാർട്ടി അനുഭാവികളോട്, പാർട്ടി അംഗങ്ങളോട് വലിയ തോതിൽ ക്ഷേത്ര ഭരണ സംവിധാനത്തിൽ കടന്നുകൂടാൻ ആ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അതിലുപരി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം പാർട്ടി നേതൃത്വം തന്നെ കൈയാളുന്നതിനുള്ള ഒരു കുറുക്കു വഴിയായി ദേവസ്വം ബോർഡുകളെ മാറ്റിയിരിക്കുകയാണ്. ഈ രീതിയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡും കഴിഞ്ഞ 10 വർഷമായെങ്കിലും, ഇടതുപക്ഷം ഭരിക്കുന്ന 10 വർഷമായെങ്കിലും CPIM നേതാക്കന്മാരാണ് ദേവസ്വം പ്രസിഡന്റായി അവിടെ വരുന്നത്. മിക്കവാറും ജീവനക്കാരെ, ഇടതുപക്ഷക്കാരെ തിരികെ കയറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സമ്പൂർണ്ണ ഇടതുപക്ഷ സംവിധാനം നിലനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്ര അധികൃതരുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ രഹസ്യമാക്കി വച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇത് രഹസ്യമാക്കി വയ്ക്കുന്നതിലെ കുഴപ്പം അല്ലെങ്കിൽ കൗതുകം എന്നതാണ് ചോദ്യമെങ്കിൽ, നമുക്കറിയാം സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആൾക്കാർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. അത് ഗുരുവായൂരിലാകട്ടെ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാവട്ടെ, തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാവട്ടെ, ശബരിമലയിലാകട്ടെ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലാവട്ടെ, വിവിധ മണ്ഡലങ്ങളിലെ പ്രമുഖർ, അത് രാഷ്ട്രീയ നേതാക്കന്മാരാകാം, സിനിമാ നടന്മാരാകാം, മറ്റ് ചലച്ചിത്ര പ്രവർത്തകരാകാം, സാഹിത്യകാരന്മാരാകാം, വിവിധ തുറകളിലുള്ള, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യവസായ പ്രമുഖരാകാം, ഒക്കെ ഈ ക്ഷേത്ര ദർശനം പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ എത്താറുണ്ട്. അത്തരം അവസരങ്ങളിൽ അവരുടെ ഫോട്ടോ പകർത്തുക അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുക, തുടർന്ന് അത് പത്ര അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിൽ, അതുപോലെ തന്നെ ടെലിവിഷൻ ചാനൽ പോലുള്ള ദൃശ്യമാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ പ്രചരിപ്പിക്കപ്പെടാറുമുണ്ട്. അതിനെ അത്തരക്കാരും തടയാറുമില്ല. അവരൊക്കെ സന്തോഷപൂർവ്വം ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിന്നു കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണാറ്. ഇതിനെ സമൂഹം വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, വിവേക് കിരൺ ഗുരുവായൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞു എന്ന് മാത്രമല്ല, ആരെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ദേവസ്വം അധികൃതർ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം കാപട്യം ഇവർ കൊണ്ടു നടക്കുന്നു CPIM ക്ഷേത്രവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, എത്രത്തോളമാണ് സാധാരണക്കാരെ ഇവർ പറ്റിക്കുന്നത്, സാധാരണക്കാരായ ഹൈന്ദവ ക്ഷേത്രവിശ്വാസികളെ എത്രത്തോളമാണ് CPIM വഞ്ചിക്കുന്നത്, പറ്റിക്കുന്നത് എന്ന് ഈ ഒറ്റ സംഭവത്തിലൂടെ വ്യക്തമാവുകയാണ്. പാർട്ടി പ്രവർത്തകർക്കെല്ലാം അമ്പലത്തിൽ പോകാം എന്നുള്ള ഒരു പുതിയ നയം അവർ കൈക്കൊള്ളുന്നു. അതേസമയം മറുഭാഗത്ത് അവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഏറ്റവും പ്രകടമാകുന്നത് മുതിർന്ന നേതാവിൻ്റെ, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയായ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മകൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് രഹസ്യമായി വേണമെന്ന് ഏതോ ഒരു കേന്ദ്രം, അതെന്തായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ് എന്ന് വ്യക്തം. അത് സർക്കാരായാലും ഗുരുവായൂർ ദേവസ്വമായാലും CPIM എന്ന പാർട്ടിയായാലും അതിലൊക്കെ ഒരു പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സാഹചര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് സംശയിക്കാൻ സാധിക്കുക. ഏതായാലും വളരെ ചുരുക്കം മാധ്യമങ്ങൾ മാത്രമേ വിവേക് കിരണിൻ്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. നമുക്കറിയാം, ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമ സാഹചര്യം, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ ലോകം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് വഴങ്ങി നിൽക്കുന്ന
പിണറായി വിജയന്റെ ഇംഗിതത്തിനനുസരിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാവണം കേരളം മൊത്തം വാർത്തകൾക്ക് വേണ്ടി സൂക്ഷ്മദർശിനി വെച്ച് നടക്കുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കൊന്നിനും ഈ വാർത്ത യഥാവിധി റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ഇന്നും സംഭവിക്കാൻ പോകുന്നത് ചുരുക്കം ചില മാധ്യമങ്ങൾ പേരിന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വിട്ടേക്കാം എന്നല്ലാതെ ഗൗരവപൂർവ്വം ഈ വാർത്തയെ സമീപിക്കാൻ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളോ തയ്യാറായി എന്ന് വരില്ല.